Hello all, ഞാൻ ശങ്കർ ശ്രീകുമാർ once again from Green World Group. ഇന്നത്തെ നമ്മളുടെ ഡിസ്കഷൻ അത് പറയുന്നതിന് മുമ്പ് എല്ലാവർക്കും നമ്മുടെ ഗ്രീൻ വേൾഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ എന്ന് പറയുന്നത് IDIP അല്ലെങ്കിൽ നീബോഷ് ഇൻ്റർനാഷണൽ ഡിപ്ലോമ പ്രൊഫഷണൽ ഡിസ്കഷൻ എന്താണ്. നമ്മൾ നീബോഷ് IGCയെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പം ഒരുപാട് എൻക്വയറീസ് വന്നിരുന്നു, SR എന്താണ് ഈ പ്രൊഫഷണൽ ഡിസ്കഷൻ എന്ന് ഒന്ന് പറയുമെന്ന്. സോ അതിനെക്കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിലായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ഒരു നീബോഷ് ഇൻ്റർനാഷണൽ ഡിപ്ലോമയുടെ പ്രൊഫഷണൽ ഡിസ്കഷൻ അറ്റൻഡ് ചെയ്യുന്നത്, അതിന് എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വയ്ക്കണം എന്നുള്ളത്. സോ അത് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ബട്ടൺ അടിക്കാനും മറക്കരുത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, പിന്നീട് മറ്റേ ബെൽ ഐക്കനോട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. കാര്യം എല്ലാ ആഴ്ചയും നമ്മൾ പുതിയ വീഡിയോസ് നമ്മൾ ഇറക്കുന്നുണ്ട്, പുതിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ്. സോ സ്റ്റേ ട്യൂൺഡ്. ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ എന്ന് പറയുന്നത് നീബോഷ് ഇൻ്റർനാഷണൽ ഡിപ്ലോമയുടെ പ്രൊഫഷണൽ ഡിസ്കഷൻ എന്താണ് എന്നാണ്. സോ വാട്ട് ഈസ് ദിസ് നീബോഷ് ഇൻ്റർനാഷണൽ പ്രൊഫഷണൽ ഡിപ്ലോമ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷനാണ്. ആദ്യം വാട്ട് ഈസ് ദിസ് പ്രൊഫഷണൽ ഡിസ്കഷൻ? ഇത് ഒരു മാൻഡേറ്ററി പാർട്ടാണ്. ഒരു നീബോഷ് ഇൻ്റർനാഷണൽ ഡിപ്ലോമ എഴുതുന്ന ഏതൊരു സ്റ്റുഡൻറ്റും മസ്റ്റായിട്ട് എക്സാം എഴുതി കഴിഞ്ഞ്, അതായത് പേപ്പർ സബ്മിറ്റ് ചെയ്തതിന് ശേഷം അറ്റൻഡ് ചെയ്യേണ്ട ഒരു മാൻഡേറ്ററി ഇൻ്റർവ്യൂ ആണ്. ഇതെന്ന് പറയുന്നത് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രൊഫഷണൽ ആയിരിക്കും ഈ ഒരു സാധനം നിങ്ങൾക്ക് ഇൻ്റർവ്യൂ നിങ്ങളുടെ എടുക്കുന്നതെന്നുള്ളത്. ഇത് യൂഷ്വലി 40 മുതൽ 50 മിനിറ്റ് വരെ ഇത് നീണ്ടു പോകാനുള്ള സാധ്യതകളുണ്ട്. യൂഷ്വലി നമ്മൾ മെയിൻലി ഇതിനകത്ത് ചോദിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മുതൽ മിനിമം 5 ക്വസ്റ്റ്യൻസ്, 5 മുതൽ 7 ക്വസ്റ്റ്യൻ 6 ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മൾ ചോദിക്കുന്നത്. നിങ്ങൾ എഴുതിയിരിക്കുന്ന പേപ്പറിനകത്തു നിന്നുള്ള ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ ചോദിക്കുകയുള്ളൂ. മാത്രമല്ല അദ്ദേഹത്തെ എന്തെന്ന് പറയുന്നത്, നിങ്ങളുടെ ഈ പേപ്പർ എഴുതിയ സമയത്തുള്ള അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എങ്ങനെ സബ്ജക്ട്സ് മനസ്സിലായി, നിങ്ങളുടെ എക്സ്പീരിയൻസിനെയൊക്കെ ബേസ് ചെയ്ത് സംസാരിച്ചാൽ മതി. ഇത് വെച്ചൊരിക്കലും നമ്മൾ മാർക്കൊന്നും ഇടത്തില്ല, അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട. ഒന്നുകൂടെ പറയാം, 40 മുതൽ 45 മിനിറ്റ് വരെയാണ് ഈ ഇൻ്റർവ്യൂ. വൺ ഓഫ് ദ മെയിൻ പർപ്പസ് ഞാൻ നേരത്തെ മറ്റേ ഡിസ്കഷനിൽ പറഞ്ഞ പോലെ തന്നെയാണ്, ഈ പേപ്പർ നിങ്ങൾ തന്നെയാണോ എഴുതിയത് എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളുടെ മെയിൻ ഉത്തരവാദിത്വം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൊഫഷണൽ ഡിസ്കഷൻ നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ കീ ഫീച്ചേഴ്സ് ഓഫ് എ പ്രൊഫഷണൽ ഡിസ്കഷൻ. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ? ഈ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇത് ആപ്ലിക്കബിൾ ടു ഓൾ 3 യൂണിറ്റ്സ്, DI1, DI2 ആൻഡ് DI3. ഈ 3 യൂണിറ്റുകൾക്കും ഈ ഒരു പെർട്ടിക്കുലർ ഈ ഒരു പ്രൊഫഷണൽ ഡിസ്കഷൻ മാൻഡേറ്ററി ആണ്. അതായത് ഈ 3 യൂണിറ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ഈ 3 ഇൻ്റർവ്യൂസ് മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്തിരിക്കണം. പിന്നീട് എന്ന് പറയുന്നത്, ഇതിനകത്തൊരു ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത്, നിങ്ങൾ സബ്മിറ്റ് ചെയ്ത പേപ്പർ ഈ നീബോഷ് പ്രൊഫഷണൽ ഡിപ്ലോമയ്ക്ക് നിങ്ങൾക്ക് തുറന്നു വെച്ച് അതിൻ്റെ മുമ്പിലിരുന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് റെഫർ ചെയ്ത് നിങ്ങൾക്ക് പറയാവുന്നതാണ്. എന്നും പറഞ്ഞുകൊണ്ട് അത് നോക്കി അങ്ങ് വായിക്കാനായിട്ട് നിൽക്കരുത്, അത് നടക്കുന്ന കേസല്ല. നിങ്ങൾക്ക് അത് പക്ഷേ നമ്മുടെ നീബോഷ് IGC ഇൻ്റർനാഷണൽ ജനറൽ സർട്ടിഫിക്കറ്റിന് ഒരു തരത്തിലുള്ള പേപ്പറുകളും അക്സെപ്റ്റഡ് അല്ല. ഈവൻ നിങ്ങളുടെ ആൻസർ ഷീറ്റ്സ് പോലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. പക്ഷേ നീബോഷ് ഡിപ്ലോമയ്ക്ക് ഇത് അലൗഡ് ആണ്. രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്, ഒരു കാരണവശാലും ഇത് ബുക്ക് നോക്കി വായിക്കാനുള്ള സംവിധാനം കൊടുക്കത്തില്ല. കാര്യം എല്ലാ വീഡിയോസും കൃത്യമായിട്ട് നീബോഷ് ക്വാളിറ്റി അഷ്വറൻസ് ടീം റാൻഡമായിട്ട് വീഡിയോസ് ചോദിക്കാറുണ്ട്. കാര്യം ഇത് എല്ലാം റെക്കോർഡഡ് ആണ്. ഈ റെക്കോർഡിംഗ് നിങ്ങളുടെ റിസൾട്ട് വരുന്നത് വരെ നമ്മൾ കൃത്യമായിട്ട് അത് കീപ്പ് ചെയ്യും. അത് ഏതെങ്കിലും സമയത്ത് നീബോഷിൻ്റെ എത്തിക്കൽ പ്രാക്ടീസ് ടീമോ ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റോ ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മളത് കൊടുക്കുക തന്നെ ചെയ്യും. സോ വെരി ഇമ്പോർട്ടൻറ്റ് ടു ട്രീറ്റ് ദിസ് തിങ് ആസ് എ പ്രൊഫഷണലി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തതെന്ന് പറയുന്നത് റിക്വയർമെൻറ്റ്സ് ഫോർ അറ്റൻഡിങ് ദ ഡിസ്കഷൻ. എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് നമ്മളുടെ ഈ ഒരു പ്രൊഫഷണൽ ഡിസ്കഷൻ അറ്റൻഡ് ചെയ്യുവാനായിട്ട്? ഒന്നെന്ന് പറയുന്നത്, പേപ്പർ സബ്മിറ്റ് ചെയ്ത ഒരാൾക്ക് മാത്രമേ ഈ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആൻസർ പേപ്പർ മസ്റ്റായിട്ട് സബ്മിറ്റ് ചെയ്തിരിക്കണം. 2 എന്ന് പറയുന്നത്, ഒരു ക്വയറ്റ് എൻക്ലോസ്ഡ് റൂം ആയിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഫ്രീ ഫ്രം എനി ബാക്ക്ഗ്രൗണ്ട് നോയ്സോ ഇൻറ്ററപ്ഷൻസോ അങ്ങനെ ഒന്നും തന്നെ പാടില്ല. വേറെ ആരും മുറിക്കകത്തും പാടില്ല. ഓക്കെ, അത് ഇതിനും ബാധകമാണ്. IGC പോലെ തന്നെ ഇതിനും ബാധകമാണ്. യാതൊരു കാരണവശാലും പുറത്തുനിന്നുള്ള ഒരാൾക്കാരെ ഇതിനകത്ത് ഇരിക്കുവാനായിട്ട് നമ്മൾ സമ്മതിക്കുന്നതല്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു സ്റ്റേബിൾ ഇൻ്റർനെറ്റ് കണക്ഷൻ വളരെ അത്യാവശ്യമാണ്. കാര്യം വീഡിയോ ഓൺ ചെയ്യണം. നിങ്ങളുടെ മൊബൈലിനകത്തോ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന കമ്പ്യൂട്ടറിനകത്തോ ലാപ്ടോപ്പിനകത്തോ മൊബൈൽ ഇൻ്റർനെറ്റ് മസ്റ്റാണ്. നിങ്ങളുടെ ID പ്രൂഫ്, നിങ്ങൾ തന്നിരിക്കുന്ന ID പ്രൂഫ്, നിങ്ങളുടെ എക്സാമിന് കൊടുത്ത രജിസ്ട്രേഷൻ സമയത്ത് കൊടുത്ത ID പ്രൂഫിൻ്റെ ഒറിജിനൽ, അത് പാസ്പോർട്ട് ആവാം, നാഷണൽ ID ആവാം, ഡ്രൈവിംഗ് ലൈസൻസ് ആവാം, ഏത് വേണമെങ്കിലും ആവാം, അതും നിങ്ങളുടെ കയ്യിൽ മസ്റ്റായിട്ട് കണ്ടിരിക്കണം. യാതൊരു വിധത്തിലുള്ള ചീറ്റിങ്ങിനും ട്രൈ ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തരുത്.
ഇനി അടുത്തത് വാട്ട് ടു എക്സ്പെക്ട് ഡ്യൂറിങ് ദ ഡിസ്കഷൻ. എന്തൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ ഒരു ഡിസ്കഷനിൽ. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂവറും തമ്മിൽ നടത്തുന്ന ആളും നിങ്ങളും തമ്മിൽ ഒരു ഇൻട്രൊഡക്ഷൻ കാണും. ഒരു ക്വിക്ക് ഇൻട്രൊഡക്ഷൻ, നിങ്ങളുടെ കുറച്ച് പേരും ഡീറ്റെയിൽസ്, ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങൾ തന്നെയാണോ ആള് എന്നുള്ളത് കൺഫേം ചെയ്യാനുള്ള കുറച്ച് ഡീറ്റെയിൽസ്, ID ചെക്ക്, ഇതെല്ലാം നോക്കും. അത് കഴിഞ്ഞ് നിങ്ങളുടെ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആരാണ് അദ്ദേഹം, അത് എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ഉദ്ദേശം എന്താണ്, എത്ര മിനിറ്റ് ഇത് പോകും എന്നുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം അത് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ചെയ്തതിന് ശേഷം പിന്നീടുള്ളതെന്നുള്ള നിങ്ങളുടെ ID കാർഡ് ചെക്കാണ്. നിങ്ങൾ നേരത്തെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പാസ്പോർട്ടോ ഡ്രൈവിംഗ് ലൈസൻസോ നിങ്ങളുടെ നാഷണൽ ID-യോ നിങ്ങൾ ഏതാണോ രജിസ്ട്രേഷൻ സമയത്ത് കൊടുത്ത് അതിൻ്റെ ഒറിജിനൽ കൊണ്ടുവരണം. കോപ്പിയും പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് കാര്യമൊന്നുമില്ല. ചിലപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. 99% അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഒറിജിനൽ ID കാർഡ് നിങ്ങളുടെ കയ്യിൽ മസ്റ്റായിട്ട് കാണണം. അത് ഏതുമാവാം. രജിസ്ട്രേഷൻ സമയത്ത് തന്നത് തന്നെ സബ്മിറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഏതെങ്കിലും ഒന്ന് മസ്റ്റായിട്ട് കയ്യിൽ കണ്ടിരിക്കണം. പിന്നീട് നിങ്ങളുടെ അസസ്മെൻറ്റ് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. പക്ഷേ പുറത്തുനിന്നുള്ള ഒരാളുമായിട്ടുള്ള സംസാരം, ബ്ലൂടൂത്ത് യൂസ് ചെയ്ത് അയാളുടെ കയ്യിൽ നിന്നും ഹെൽപ്പ് വാങ്ങിക്കുക, ഇങ്ങനെയുള്ള പരിപാടികളൊന്നും നടക്കില്ല. നിങ്ങൾ സബ്മിറ്റ് ചെയ്ത അസസ്മെൻറ്റ് മാത്രം നിങ്ങൾക്ക് റെഫർ ചെയ്യാം. വേറെ ഒരു ബുക്കോ നോട്ടുകളോ ഒന്നും തന്നെ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ സാധിക്കുന്നതല്ല. നമ്മളുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് നിങ്ങൾ തന്നെയാണോ എഴുതിയത്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വല്ല ഗ്രാഹ്യവും ഉണ്ടോ എന്ന് അറിയുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഫഷണൽ ഡിസ്കഷനിലൂടെ നമ്മൾ ഉറപ്പാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇനി അടുത്തൊരു യൂഷ്വൽ ഒരു ചോദ്യമുണ്ട്, ഞാൻ ഇത് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഓക്കെ, എനിക്കിത് അറ്റൻഡ് ചെയ്യാൻ സൗകര്യമില്ല, ഞാൻ പരീക്ഷ എഴുതി, എനിക്കിത് അറ്റൻഡ് ചെയ്യാൻ വയ്യ. വെരി സിമ്പിൾ, നിങ്ങളുടെ റിസൾട്ട് വരത്തില്ല. അവർ നിങ്ങളുടെ റിസൾട്ട് വിത്ത്ഹോൾഡ് ചെയ്യും. എല്ലാ പ്രൊവൈഡേഴ്സും നിങ്ങൾക്ക് 3 തവണ നിങ്ങൾക്ക് ചാൻസ് തരും. ഈ 3 ചാൻസിലും നിങ്ങൾക്ക് ഇത് അറ്റൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്കിത് താല്പര്യമില്ല. ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്, ഞാനിത് എത്ര മെസ്സേജ് അയച്ചാലും, എത്ര 3 ഇൻവിറ്റേഷൻ അയച്ചാലും അവർ ഒരു തരത്തിലും അവർ റെസ്പോണ്ട് ചെയ്യത്തില്ല. അങ്ങനെ വന്നാൽ നിങ്ങളുടെ റിസൾട്ട് വിത്ത്ഹോൾഡ് ചെയ്യും. കാര്യം അത് നമുക്ക് നീബോഷിനെ ഇൻഫോം ചെയ്തേ പറ്റൂ. കാര്യം നമുക്ക് ഒരു പ്രൊവൈഡറിനും കള്ളത്തരം കാണിക്കാൻ പറ്റില്ല അറ്റൻഡ് ചെയ്തു എന്ന്. കാര്യം നമ്മളെ ഗതികണ്ടെ എങ്ങനെ നിങ്ങളെ വീഡിയോ ഒന്നെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തോ നിർത്തി വെച്ച് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് നടക്കുന്ന കാര്യമല്ല. മസ്റ്റായിട്ട് എല്ലാവരും അറ്റൻഡ് ചെയ്യണം. 3 ചാൻസ് നിങ്ങൾക്ക് തരത്തുള്ളൂ. ഈ 3 ചാൻസിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ കോഴ്സ് പ്രൊവൈഡർ എന്ത് ചെയ്യും, ആ ഡീറ്റെയിൽസ് നീബോഷിനെ സെൻഡ് ചെയ്യും. നിങ്ങളുടെ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരുടെയും റിസൾട്ട് പുറത്തു വരും. നിങ്ങൾക്കൊരു ലെറ്ററും വരും. പിന്നീട് അതിനുശേഷം നിങ്ങൾ കോഴ്സ് പ്രൊവൈഡർ, അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നത്. നിങ്ങൾ അതിനുശേഷം നിങ്ങളെ കോഴ്സ് പ്രൊവൈഡറുടെ ബാക്കിൽ നിന്ന് നടന്ന് അവർ ഇനി എപ്പോൾ ഡേറ്റ് ചെയ്യണം. നമ്മളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 200-300 സ്റ്റുഡൻസ് ആണ് ഒരു മാസം നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഫ്രീ ആവുന്ന ഒരു സമയത്ത് നിങ്ങൾ അതിനകത്തോട്ട് നമുക്ക് കയറ്റാൻ പറ്റും. കാര്യം ഫസ്റ്റ് കം ഫസ്റ്റ് സർവ് ബേസിസ്. അപ്പം ആദ്യം അത് വന്നു അവരെ നമുക്ക് സെർവ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇൻ്റർവ്യൂ ഉപേക്ഷിക്കരുത്. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വെച്ചിട്ടുള്ള യാതൊരു തരത്തിലുള്ള ഗ്രേഡിംഗ് സിസ്റ്റംസോ ഒന്നും തന്നെ ഇല്ല. ഇത് നിങ്ങൾ തന്നെയാണോ എഴുതിയത് എന്നറിയുവാനുള്ള ഒരു മെക്കാനിസം, ഒരു ഇൻ്റർവ്യൂ മാത്രമാണ്. ഇത് വെച്ച് നിങ്ങൾക്ക് മാർക്കിങ്ങോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. സോ ദാറ്റ്സ് ഓൾ. ഇതാണ് നീബോഷ് പ്രൊഫഷണൽ ഡിസ്കഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായ ഒരു കാര്യം. അത് പക്ഷേ ഒരുപാട് പേര് പേടിച്ചിട്ട് അറ്റൻഡ് ചെയ്യാതിരിക്കുക. പ്രോക്സി വേറൊരാളെ കൊണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യിപ്പിക്കുക, ഇങ്ങനെയുള്ള വേലത്തരങ്ങൾക്കൊന്നും മുതിരരുത്. അതൊക്കെ വന്ന സീരിയസ് മാൽ പ്രാക്ടീസ് ആണ്. സ്ട്രേറ്റ് അവേ അത് ഇൻഫോം ചെയ്യും. നിങ്ങളുടെ ഉള്ള കയ്യിലിരിക്കുന്ന ഈ കഷ്ടപ്പെട്ട് എഴുതിയ പേപ്പറും കൂടെ ഇല്ലാതാവും. പെർമനൻറ്റ് ബാൻ വരെ അടിച്ച് നിങ്ങൾക്ക് കിട്ടും. ഒരുപാട് പ്രോക്സി വരാറുണ്ട്, നമ്മളിത് കാണാറുണ്ട്. ഞാൻ ചുമ്മാ പറയുന്നതല്ല, പേടിപ്പിക്കാൻ പറയുന്നതല്ല. യഥാർത്ഥത്തിൽ ഒരാൾക്ക് പകരം മറ്റൊരാൾ വന്ന് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്. അതൊക്കെ കണ്ടുപിടിക്കാനൊക്കെ സാധിക്കും ഈസി ആയിട്ട്. സോ അങ്ങനെയുള്ള ഒരു പ്രവർത്തികളും ചെയ്യരുത്. പേടിക്കാതെ നിങ്ങളാണ് എക്സാം എഴുതുന്നത്, നിങ്ങൾക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. ആൻസർ ഷീറ്റ് നിങ്ങളുടെ ഫ്രണ്ടിൽ തന്നെയുണ്ട്, നിങ്ങൾക്ക് റെഫർ ചെയ്യാം. വേറെ ബുക്കോ വേറൊരാളുടെ ഹെൽപ്പോ ഒന്നും പാടില്ല. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഞാൻ ഒരേ കാര്യം തന്നെ പിന്നെയും പറഞ്ഞ് സമയം കളയുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നു ഈ പ്രൊഫഷണൽ ഡിസ്കഷനെ കുറിച്ച് നിങ്ങളുടെ ഉള്ള ഡൗട്ട് എല്ലാം ഇതിലൂടെ തീരും എന്നുള്ളത്. കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെങ്കിൽ നമ്മളുടെ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ദേ വിൽ ബി മോർ ദാൻ ഹാപ്പി ടു അസിസ്റ്റ് യു. സോ സ്റ്റേ ട്യൂൺഡ്. നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മളുടെ എന്താ പറയുന്നത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ ഫ്രം ഗ്രീൻ.